ഈ വീക്കെൻഡ് ഞങ്ങൾക്ക് 2 ഓണാഘോഷങ്ങൾ ഉണ്ടായിട്ടോ. പോട്ടിലേക്ക് സദ്യയായിരുന്നു രണ്ടും. ഇറങ്ങുന്ന ഒരു വീഡിയോ കിട്ടാൻ വേണ്ടി എമിയുടെ അടുത്ത് ഫോണും കൊടുത്ത് വണ്ടി ഇറക്കിയതിന് ശേഷം ഞങ്ങൾ അങ്ങനെ നേരെ വിട്ടു. ആദ്യം പോയത് അപ്കമിങ് കോണ്ടന്റ് ക്രിയേറ്ററും യുദ്ധഭൂമിയിലെ പുതിയ പഠനമായ സിറാജിൻ്റെ വീട്ടിലേക്കാണ്. റഷ്യൻ ത്രൂ ആമിയ എന്നൊരു മലയാളി കമ്മ്യൂണിറ്റിയിൽ നിന്ന് പരിചയപ്പെട്ട കുറച്ച് വർഷങ്ങളായി പരിചയമുള്ള ഫ്രണ്ട്സാണ് ഇവരൊക്കെ. ഒരു മീറ്റ് ആൻഡ് ഗ്രീറ്റും ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം നമ്മളങ്ങനെ നേരെ സദ്യയിലോട്ട് കടന്നു. ഈ സീസണത്തെ 4ാമത്തെ സദ്യയായിരുന്നു കേട്ടോ അത്. സദ്യവട്ടങ്ങളൊക്കെ ഒന്നാണെങ്കിലും അത് കഴിക്കുന്ന ആൾക്കാരല്ലേ മാറ്റർ ചെയ്യണേ. അങ്ങനെ ഒരു അടിപൊളി കമ്പനിയുടെ കൂടെ ഒരുപാട് വിശേഷങ്ങളും തമാശകളൊക്കെ പറഞ്ഞ് സദ്യ കഴിഞ്ഞത് അറിഞ്ഞില്ല. ഒരുപാട് നാൾ കഴിഞ്ഞ് കാണുന്നത് കാരണം സംസാരിച്ച് പൂതി മാറുന്നതിൻ്റെ മുന്നേ തന്നെ നമുക്ക് അടുത്ത പരിപാടിക്ക് പോകാൻ സമയമായി. അങ്ങനെ ഫിദാനെയും കുട്ടീനെയും വണ്ടി കയറ്റി നേരെ വെച്ച് പിടിച്ചു മോറസെറ്റിലോട്ട്. സുബിൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് രാത്രിയുള്ള ഓണപ്പരിപാടി. എൻ്റെ സുബിൻ്റെയും 10ാമത്തെ ഓണാഘോഷത്തിനുള്ളൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഈ കാച്ചപ്പിന്. ഒരു ചായം കുടിച്ച് വർത്താനം പറഞ്ഞതിന് ശേഷം ഞങ്ങൾ വീണ്ടും ഓണക്കോടി അണിഞ്ഞു. പെർഫ്യൂം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന സുബിൻ്റെ അടുത്ത് വിലപിടിപ്പുള്ള പല പെർഫ്യൂമുകളുണ്ട്. പേര് പറയാനറിയാത്തൊരു പെർഫ്യൂം അറഞ്ചം പൂശി ഞങ്ങൾ അങ്ങനെ റെഡിയായി. 10ാമത്തെ ഓണാഘോഷത്തിൻ്റെ മെമ്മറീസിന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തപ്പോഴേക്കിനും നമ്മുടെ ഗ്രൂപ്പിലത്തെ ബാക്കിയുള്ള ലിവിനും അർണോൾഡൊക്കെ വന്ന് അങ്ങനെ കംപ്ലീറ്റ് ആയി. സ്റ്റെഫിയുടെ ഒരു മിസ്സിങ് ഉണ്ടായിരുന്നു കേട്ടോ. സിഡ്നിയിലേക്ക് മൂവ് ചെയ്തതിന് ശേഷമുള്ള എൻ്റെ ആദ്യത്തെ ഫ്രണ്ട്സുള്ള ഒരാളാണ് സുബിൻ ത്രൂ ആണ് എനിക്ക് ലിവിനെയും അർണോൾഡിനെയൊക്കെ പരിചയപ്പെട്ടതിന് ശേഷം കഴിഞ്ഞൊരു 8 വർഷമായിട്ട് എല്ലാ ഓണവും ഞങ്ങൾ ഒന്നിച്ചാണ് കൂടാറുള്ളത്. ഒരു ഫോട്ടോ സെഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും സദ്യയിലോട്ട് കടന്നു. വയറ് നിറഞ്ഞിരിക്കുകയാണെങ്കിലും ചങ്കുകളുടെ കൂടെ സദ്യ കഴിക്കാനുള്ള എക്സൈറ്റ്മെൻറ്റിൽ വീണ്ടും ഇല വിരിച്ച് സദ്യവട്ടങ്ങളൊക്കെ ഒരുക്കാൻ തുടങ്ങി. കുട്ടികളൊക്കെ നിലത്തിരുത്തി ഒരു കൺവീനിയൻസിനും ചേഞ്ചിനും വേണ്ടി ഡൈനിങ് ടേബിളിലായിരുന്നു ഞങ്ങൾ പ്രാവശ്യം ഓണസദ്യ കഴിച്ചത്. വലിയ വിശപ്പില്ലെങ്കിലും സദ്യവട്ടങ്ങളൊക്കെ അടിപൊളിയായത് കാരണം കഴിഞ്ഞതറിഞ്ഞില്ല. പിന്നെ പായസത്തിനുള്ള കാത്തിരിപ്പായി. സേമിയം പായസത്തിൻ്റെ സ്പെഷ്യലിസ്റ്റായ ഗീതു ഉണ്ടാക്കിയ സേമിയം പായസത്തിലേക്ക് ഒരു പഴവും ഒരു പപ്പടം അങ്ങോട്ട് കുഴച്ചിട്ട് അങ്ങോട്ട് പിടിച്ചപ്പോൾ ഉള്ള ടേസ്റ്റ് ഉണ്ടല്ലോ എൻ്റെ സാറേ. വേറെ ഏത് പായസം പിന്നിലിരിക്കും. സിഡ്നിയുടെ പല അറ്റത്ത് സ്കാറ്റർ ചെയ്ത് കിടക്കുന്ന കാരണം പല തിരക്കുള്ള കാരണം ഇതുപോലത്തെ സ്പെഷ്യൽ ഒക്കേഷൻസിന് മാത്രമാണ് ഞങ്ങളെല്ലാവരും ഒന്നിച്ചു കൂടാറുള്ളൂ. പക്ഷെ കൂടി കഴിയുമ്പോൾ പരസ്പരം കളിയാക്കിയിട്ടും കൗണ്ടർ പറഞ്ഞിട്ടും ചിരിച്ച് വയ്യാതാവും. ഇതുപോലുള്ള ബ്യൂട്ടിഫുൾ മൊമെൻറ്റ്സാണ് പല തിരക്കിൻ്റെ ഇടയിലും ഒന്നിച്ചു കൂടാനായിട്ടുള്ള ഒരു എഫേർട്ട് എടുക്കാൻ ഞങ്ങൾക്കുള്ളൊരു ഊർജ്ജം. അങ്ങനെ ഞങ്ങളുടെ പരിപാടി കളർഫുള്ളായി. പിന്നെ ചെറുപ്പത്തിൽ ഇംഗ്ലീഷും പറഞ്ഞ് ട്രൗസർ മാത്രം ഇട്ടിരുന്ന അർണോൾഡിനെ മുണ്ടെടുപ്പിക്കാൻ പഠിപ്പിച്ച് അവരൊക്കെ വീട്ടിൽ പറഞ്ഞതിന് ശേഷം നല്ലൊരു ഓണാഘോഷം കഴിഞ്ഞ എൻ്റെ മെമ്മറീസും അയവർക്കി ഈ പരിപാടിക്ക് മുൻകൈ എടുത്ത് ഞങ്ങളുടെ മാവേലി സുബിന് താങ്ക്സും ഗുഡ് നൈറ്റും പറഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിൽ പോയി. 1.5 മണിക്കൂർ ഡ്രൈവ് ഉള്ളത് കാരണം ഉറക്കം വരായിരിക്കും ഒരു കാപ്പിയും വാങ്ങി എമീനെ കൃതാർത്ഥയാക്കാൻ വേണ്ടി ഒരു ഹാപ്പി മീലും വാങ്ങിക്കൊടുത്ത് ചായയും കുടിച്ച് പാട്ടും കേട്ട് വർത്താനം പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോയി. അപ്പം ശുഭം.